ആ എടി കൊച്ചേ, നീ ഇതുവരെ റെഡിയായില്ലേ? അവരൊക്കെ ഇങ്ങ് വരാറായി. നീ പറഞ്ഞ കൂട്ട് നെല്ലിക്കാച്ചാറും മാങ്ങാച്ചാറും ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി. അതുകൂടാണ്ട് പിന്നെ അവിടെ ചെന്ന് പെട്ടെന്ന് വെള്ളം മാറി കുളിക്കുകയല്ലേ, പനിയൊക്കെ പിടിക്കും. അതുകൊണ്ട് ഞാൻ രാത്രി ഇരുന്ന് എണ്ണയും കാച്ചി. അതുകൂടെ കഴിഞ്ഞിട്ട് ഇന്നലെ കിടന്നേ. അതുകൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ പെട്ടിയിൽ കേട്ടോ. അല്ല, ഇന്നലെ രാത്രി ഇതൊക്കെ കഴിഞ്ഞ് അമ്മ എപ്പോഴാണ് കിടന്നേ? നിനക്ക് എന്നെ കണ്ണും മുഖവും കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ? ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. നീ കൊച്ചു കിടന്നപ്പോൾ തന്നെ 1 മണി എങ്ങാണ്ടായില്ലേ? കുഞ്ഞുറങ്ങി കരച്ചിലൊക്കെ ആയിരുന്നല്ലോ. പിന്നെ അവിടെ ചെന്ന് അടുക്കളയിൽ ചെന്നപ്പോഴാണ് അച്ചാറിൻ്റെ കാര്യം ഓർത്ത്. അച്ചാറ് വിട്ട് പിന്നെ എണ്ണയും കാച്ചി ഇരുന്നപ്പോൾ തന്നെ പിന്നെ ഓർത്ത നിൻ്റെയും കുഞ്ഞിൻ്റെയും 4 തുണി കിടക്കുന്നത്. അത് ഇന്നലെ രാത്രി അവിടെ നിന്ന് തന്നെ അങ്ങ് കഴുകി. രാത്രി പകലൊന്നും നോക്കിയില്ല, അതൊന്ന് കഴുകി. ഇപ്പം അത് ഉണങ്ങാറായിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് പെട്ടി വെച്ചേക്കാം. നിനക്ക് കൊണ്ടുപോക്കോട്ടെ ആ തുണിയൊക്കെ. എന്നെക്കാണ്ടൊക്കെ മറന്ന പോലെ മോളെ. ഒന്നാമത് കുഞ്ഞുണ്ടായിട്ട് 10-90 ദിവസം ഇവിടെ തന്നെ അല്ലായിരുന്നോ? അവൻ്റെ സാധനങ്ങൾ മൊത്തം ഇവിടെയാ. എന്താ കൊണ്ടുപോകേണ്ടത് ഏതാ കൊണ്ടുപോകേണ്ടതെന്നൊന്നും അറിയത്തില്ല. അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെയാ. എന്തൊക്കെ കൊണ്ടുപോകും, ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണ്. നീ എന്താടി കൊച്ചി തലയും കുപ്പിട്ടിക്ക് ഇരിക്കുന്നേ? എനിക്കെല്ലാം ഓർമ്മ കാണത്തില്ല. നീ എന്തൊക്കെ ഓർത്ത് വെക്കേണ്ടത്? എനിക്ക് ഒരു ഓർമ്മയില്ല. കൊച്ചിൻ്റെ ഡ്രസ്സെല്ലാം നീ കൊണ്ടുപോക്കോട്ടോ. കൊച്ചെന്നാതെ ഓരോ ദിവസം തോറും വളർന്നു വരിക. ഇവിടെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്കെന്താ പറ്റിയെന്ന് അറിയില്ല മാം. 2 ദിവസം പിന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ അവിടെ നിൽക്കണൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ തൊട്ട് എനിക്കെന്തോ അവിടുത്തെ അന്തരീക്ഷവും ആ വീടും അതൊക്കെ ഓർത്തിട്ടൊരു ഒരു പേടി പോലെ ഉള്ളിൽ കിടന്ന്. ഞാൻ കുഞ്ഞിനൊരു 5-6 മാസമായിട്ട് പോയാൽ മതിയായിരുന്നല്ലോ അമ്മ. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? പിന്നെ മരുമോനും അവൻ്റെ വീട്ടുകാർക്കും ആഗ്രഹം കാണില്ല കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ. പൊക്കോ മോളെ. പിന്നെ അവരല്ലേ യഥാർത്ഥ അവകാശികൾ. അവകാശമോ? അതൊന്നുമില്ല അമ്മ. ഈ കിടക്കുന്ന കുഞ്ഞിൻ്റെ അമ്മൂമ്മയാ അമ്മ. ജനിച്ച അന്ന് തൊട്ട് എന്നെയൊക്കെ കൂടുതൽ എടുത്തുകൊണ്ട് കിടന്നത് ഉറക്കിയതൊക്കെ അമ്മയാണ്. എത്ര കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അമ്മ ഒന്ന് വന്നവനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പം അവൻ കരച്ചു നിർത്തും. എന്നെയൊക്കെ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് അമ്മയുടെ അടുത്ത്. ഇതുപോലൊരു കെയറിങ് ഒക്കെ അവിടെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നാൽ കിട്ടുമോ? അങ്ങനെയൊന്നും ഇല്ലടി. വൈഷ്ണവൻ്റെ അമ്മ കുഞ്ഞിനെ നോക്കും. കുറേ നോക്കും. ഇന്ന് അങ്ങോട്ടേക്ക് ചെന്നാൽ ഇന്ന് വേണമെങ്കിൽ നല്ലോണം എടുത്തുകൊണ്ട് നടക്കും. നാട്ടുകാരെ കാണിക്കാനൊക്കെ ഉണ്ടല്ലോ. നാളെ തൊട്ട് കണക്കാ, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പിന്നെ നിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം ഞാൻ നോക്കും. അവിടെ നമുക്ക് അങ്ങനെ മുഴുവനായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. വൈഷ്ണവൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എത്രയൊക്കെ ആയാലും നീ മരുമകളല്ലേ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി കേട്ടോ. അവിടെ ചെന്ന് വീട്ടുപണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിനക്കൊന്നാമത് സിസേറിയനായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നിനക്കറിയാമല്ലോ. വലിയ ഭാരപ്പെട്ട ജോലിയോ പണിയോ ഒന്നും ചെയ്യാനൊന്നും നിൽക്കരുത് കേട്ടോ. അമ്മ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ആ വീട്ടിലെ മുഴുവൻ പണികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയതാണ് ചേട്ടൻ്റെ അമ്മ. 7-ാം മാസത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന അന്ന് വരെ രാവിലെ എന്നെ കൊണ്ട് തടിച്ചു വാരി തുടപ്പിച്ച ആ തുണി വരെ അരക്കിപ്പിച്ചിട്ടാണ് വിട്ടത്. അങ്ങനെയുള്ള ചേട്ടൻ്റെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്നെ വെറുതെ ഇരുത്തും നമുക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മോള് വിഷമിക്കാതിരിക്കെ. ഞാൻ വൈഷ്ണവിൻ്റെ അമ്മയോട് പറയാം. അവരിതിൻ്റെ കാര്യം ശ്രദ്ധിക്കാതിരിക്കത്തില്ല. ഞാൻ പറയാടി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചേട്ടനുണ്ടല്ലോ, പുള്ളി എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യുമായിരിക്കും. എൻ്റെ മോളെ, ഞാനിപ്പോഴേ ഓർത്തേ, നിൻ്റെ ആ ഇടത്തെ കാലിലൊരു ചെറിയ വേദന വരാറില്ലേ? അപ്പോൾ അച്ഛൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച എങ്ങാണ്ട് ഒരു ആയുർവേദശാലയിൽ നിന്ന് ഒരു എണ്ണ മേടിച്ചുകൊണ്ട് നിനക്കത് തേച്ച് കുറവ് വന്നതല്ലേ? അത് തീർന്നു. ഇച്ചിരി ഉള്ളൂ, അത് കൊണ്ടുപോകാനില്ല. ഞാനത് അച്ഛനോട് പറഞ്ഞ് മേടിപ്പിക്കട്ടെ കേട്ടോ. അവിടെ ചെന്നാൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ 100 പേരുണ്ടാവും. നിൻ്റെ കാര്യം നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. നീ എന്നെ നോക്കണം. ഞാൻ ആ എണ്ണ മേടിപ്പിക്കട്ടെ കേട്ടോ. നീ അവിടെ ഇരിക്കേ. മോളെ, ഈ സാരി മതിയോടി? ഇത് പോരെ? മതി അമ്മ, ഈ സാരി അമ്മയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. മോളെ, ആ അമ്മമ്മ ഇരിക്കേ. എന്തെൻ്റെ വിശേഷം? കുഞ്ഞുറങ്ങുകയാണോ? ആ കുഞ്ഞുറക്കാ. വൈഷ്ണവിൻ്റെ വീട്ടുകാരൊക്കെ എത്താറായാ? അവർ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. ഒരു 100-120 കിലോമീറ്റർ ഉണ്ടല്ലോ അവിടുന്ന്. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് വിചാരിക്കണം. ഞാൻ നിൻ്റെ കുഞ്ഞിന് ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടാവോന്നൊന്നും അറിയില്ല.
അയ്യോ അതൊന്നും വേണ്ടായിരുന്നോ? എന്തിനാ അമ്മമ്മ വാങ്ങിക്കാൻ പോയേ? ഇവിടുത്തെ അയൽക്കാരിയല്ലേ ഞാൻ, നിന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ കാണാൻ തുടങ്ങിയല്ലേ. നിനക്കൊരു കുട്ടി ഉണ്ടായിട്ട് ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചു തരുന്നത് കുറേ ദിവസമായി വിചാരിക്കണു. പക്ഷെ അമ്മൂമ്മയുടെ കാര്യം എനിക്കറിയാമല്ലോ, വയ്യ, എനിക്ക് ഒന്നിനും വയ്യ. ഇന്ന് പിന്നെ നിന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇന്നെങ്കിലും മേടിച്ചു തന്നില്ലേ പിന്നെ എന്താണ്, മനസ്സിനൊരു വിഷമമാണ്. അതാണ് ഞാൻ വേഗം ഇപ്പം മേടിച്ചാണ്. അത്രയ്ക്ക് നല്ല ഒന്നും ആവില്ല കേട്ടാ. പിന്നെ എന്താണ്ടൊക്കെ കൂട്ടി മേടിച്ചാണ്. നീ കൊള്ളില്ലെങ്കിൽ പറ, ഇതിൽ ബില്ലിട്ട് നമുക്ക് മാറ്റാം ഇപ്പം തന്നെ. അയ്യോ മാറ്റമൊന്നും വേണ്ട, അമ്മയ്ക്ക് തരാൻ തോന്നിയല്ലോ, അത് തന്നെ സന്തോഷം. എനിക്ക് വിഷമം ഉണ്ടോടി പെണ്ണേ? ഇല്ലെന്ന് പറഞ്ഞാൽ അത് നുണയായിപ്പോ. നല്ല വിഷമമുണ്ട്. എന്തോ ഒരു കല്ലെടുത്ത് വെച്ച് കൂട്ടൊരു ഭാരം. ഇത്രയും നാളും കുഞ്ഞിൻ്റെയും എൻ്റെയും കാര്യമൊക്കെ അമ്മയെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് എന്ത് വയ്യ എന്നാലും അമ്മ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ ഇന്നോട്ട് അങ്ങോട്ട് ചെന്നാൽ അതല്ലേ ഇല്ലാണ്ടാവണത്. ഓ, അങ്ങനെയൊക്കെ തന്നെ മോളെ. അതിപ്പോൾ കട്ടിച്ചു വിട്ട പൊമ്മക്കൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നെഞ്ചിലൊരു പിടപ്പാട്. പണ്ട് ഞാൻ പ്രസവിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ചങ്ക് ഇങ്ങനെ കീറണ അവസ്ഥയാണ്. നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ? കുട്ടിയുടെ അച്ഛൻ്റെ കൂടെയൊക്കെ നിൽക്കണ്ടേ. എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പോരും. പിന്നെ നീ അവരെ ചെന്ന് കുറച്ച് ദിവസമൊക്കെ അവരായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് അതൊക്കെ ശരിയാവും. 7 മാസം കൂട്ടിക്കൊണ്ട് വന്നതേ കുട്ടിക്ക് ഇത്ര ആവണ വരെ 4-5 മാസം നീ ഇവിടെ അല്ലേ. സ്വന്തം വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ വിഷമം തന്നെ. നീ വിഷമിക്കണ്ടെന്ന് അമ്മൂമ്മ ഇറങ്ങട്ടെ. നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ എത്താറായില്ലേ. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് അത് വേണ്ട, ഇതേ കുട്ടീനെ എടുക്കണമെന്നുണ്ട്. അവൻ ഉറങ്ങുകയല്ലേ, ഉറങ്ങട്ടെ കേട്ടാ. ശരിയെന്നാ ഞാൻ പോട്ടെ. അമ്മ എന്തേ പാക്ക് ചെയ്തോണ്ടിരിക്കണേ? കഴിഞ്ഞില്ലേ ഇതുവരെ? ഓ മോളെ, ഞാനേ അവിടെ ചെന്നിട്ട് നിനക്ക് മറ്റേ കുഞ്ഞിന് കുറുക്കാനുള്ള പാത്രം കുറച്ച് മേടിച്ചായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഈ ഒരു പെട്ടിയിലാക്കി വെക്കുമായിരുന്നു. മതി അമ്മ, കുറേ നേരം അതിൽ തുടങ്ങിയിട്ട്. കുറച്ച് നേരം എൻ്റെയും കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരിക്കും, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. ഇപ്പം അവർ വരും. ഓ ഞാനില്ല, ഞാൻ എന്തേലൊക്കെ ഇങ്ങ് ചെയ്തുകൊണ്ടിരുന്നാലേ ഒരു വിഷമം അത്ര അറിയത്തില്ല. വെച്ചാൽ അല്ലെങ്കിൽ നിൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു എല്ലാവരും ചങ്ക് പൊട്ടുന്നൊരു വേദനയാണ്. പിന്നെ മോളെ, രാവിലെ കുഞ്ഞിട്ട ഡ്രസ്സില്ലേ, കുളിച്ചപ്പോൾ മാറി. ആ ഡ്രസ്സ് ഞാൻ നിനക്ക് തന്നു വിടത്തില്ല കേട്ടോ. ഇന്നലെ അവൻ രാത്രി അതിട്ട കിടന്നുറങ്ങിയേ. അതിൽ അവൻ്റെ ഒരു മണമുണ്ട് കുഞ്ഞിൻ്റെ. കുഞ്ഞിനെയൊക്കെ ഓർക്കുമ്പോഴേ, കുഞ്ഞിനെ ഓർക്കുമ്പോൾ അതൊന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ ഒരു മണം കിട്ടും, ഒരു ആശ്വാസം കിട്ടും. തരത്തില്ല കേട്ടോ, ചോദിച്ചാൽ തരത്തില്ല. അമ്മ ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കല്ലേ അമ്മ. അമ്മ കുഞ്ഞിനെ കാണാൻ തോന്നി അങ്ങ് വന്നാൽ പോരെ. പിന്നെ ഓടി അങ്ങ് വരാൻ പറ്റിയ ദൂരമൊന്നുമല്ലോ, 120 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഞാൻ അന്നേ പറഞ്ഞത് എത്ര അകലത്തോട്ടൊന്നും കെട്ടിക്കണ്ടെന്ന്. ഇവിടെ വല്ല അടുത്ത് വല്ലതാണെങ്കിൽ ഇത്രയ്ക്ക് വിഷമമില്ലായിരുന്നു. അമ്മ വിഷമിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വരാം. ഒന്നാമത് നീയും കുഞ്ഞും കുറേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം നിങ്ങളുടെ ഒരു ഇതാ. ഇനി ഓർമ്മകളാണ്. ഇനിയിപ്പോൾ അഥവാ ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ അവരുടെ സമ്മതം വേണം. വരുന്നത് 3-4 ദിവസത്തേക്കും. എന്നിട്ടൊക്കെ വിരുന്നുകാരെ പോട്ട് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോ. എനിക്ക് ആലോചിക്കാൻ ഇവിടെ വയ്യ. നീയും കുഞ്ഞും ഉണ്ടായിരുന്നപ്പേ ഇവിടെ ഒരു അനക്കം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനും അച്ഛനും ഒറ്റയ്ക്കായി. എന്തോ തുള്ളിക്കടുത്തൊരു പോട്ടെ, സാരമില്ല, അതൊക്കെ അവര് വന്നാൻ തോന്നുന്നു. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ കുടിക്കാനൊന്നും എടുത്തില്ല. വെള്ളം കലക്കട്ടെ, നീ പോ. എന്നാൽ സമയം കളയാണ്ടങ്ങ് ഇറങ്ങാം. വർഷേ, എല്ലാ സാധനവും എടുത്തില്ലേ? ഒന്നാമത് ഓപ്പറേഷൻ കൂടെ കഴിഞ്ഞേക്കുക. ഓടിപ്പിടച്ച് ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പം എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത് ഓർത്തെടുത്തോ. എല്ലാം എടുത്തു, കറി കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ വർഷയുടെ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. കുഞ്ഞ് കിടന്ന് രാത്രി കിടന്ന് കരയത്തില്ല. അപ്പം ഞെട്ടി എണീക്കണ്ട, ഉറക്കം പോകത്തില്ല, നേരത്തെ എണീക്കണ്ട, പണിയൊക്കെ കുറഞ്ഞില്ലേ? ഓ അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവളും കുഞ്ഞും ഉണ്ടായിരുന്നോണ്ട് ഒരു സന്തോഷമായിരുന്നു. അത് ശരിയാ. ഇനിയിപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയും തനിച്ചായില്ലേ അല്ലേ? ഇനിയിപ്പോൾ എന്താ പിന്നെ നമുക്കങ്ങ് ഇറങ്ങാമല്ലേ വർഷേ? ഇനിയിപ്പോൾ സമയം കളയുന്നില്ല. ഇപ്പം ഇറങ്ങിയാലേ ഇരുട്ടാവണതിന് മുമ്പ് നമുക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റും. നമുക്കന്ന് ഇറങ്ങാം. കുഞ്ഞിനെ ഇങ്ങ് തന്ന വർഷയുടെ അമ്മേ.
അച്ചമ്മയാടാ, അച്ചമ്മയാ, നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുക. എന്താ ശരി എന്നാ, ഇറങ്ങാം വർഷേ, ശരി എന്നാ.